ഇന്നലെ ബെയ്റൂത്തിൽ, ലെബനൻ തലസ്ഥാനമായ ബെയ്റൂത്തിൽ കനത്ത വ്യോമാക്രമണം ഇസ്രായേൽ സൈന്യം നടത്തിയിരുന്നു. ഈ ആക്രമണങ്ങളുടെ ലക്ഷ്യം ഹിസ്ബുല്ല തലവനാണെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അല്പം മുമ്പാണ് ഇസ്രായേൽ സൈന്യം എക്സ് സന്ദേശത്തോടെ, സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്ത സന്ദേശത്തോടെ ഹിസ്ബുല്ലയുടെ തലവൻ ഹസൻ നസ്രുള്ളയെ കൊലപ്പെടുത്തി എന്ന പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. ഇതിനോട് ഹിസ്ബുല്ല ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഈ പ്രഖ്യാപനം ഏറെക്കുറെ ശരിയാകാനാണ് സാധ്യത. കാരണം മുമ്പ് ഹമാസിന്റെ തലവനെ കൊലപ്പെടുത്തിയതും ഇതേപോലെ സമൂഹ മാധ്യമ പോസ്റ്റ് വഴി ഇസ്രായേൽ സൈന്യം പുറത്തുവിടുകയായിരുന്നു. ഹസൻ നസ്രുള്ള കൊല്ലപ്പെട്ടു, എന്നാൽ ഹിസ്ബുല്ലയുടെ ഏറ്റവും ശക്തനായ അതിന്റെ തലവൻ ഇല്ലാതായിരിക്കുന്നു. 3 പതിറ്റാണ്ടായി ഹിസ്ബുല്ലയെ നയിക്കുന്നത് ഹസൻ നസ്രുള്ളയാണ്. ലെബനോനിലും പശ്ചിമേഷ്യയിലും ഏറ്റവും സ്വാധീനമുള്ള ഒരു സായുധ സംഘമായി ഹിസ്ബുല്ലയെ വളർത്തിയെടുത്തത്, ലെബനോനിലെ ഏറ്റവും ശക്തമായ രാഷ്ട്രീയ പാർട്ടികളൊന്നായി ഹിസ്ബുല്ലയെ വളർത്തിയെടുത്തത് ഹസൻ നസ്രുള്ളയാണ്. ഹസൻ നസ്രുള്ള ഇസ്രായേലിന്റെ ഏറ്റവും പ്രഖ്യാപിത ശത്രുനിരയിൽ മുന്നേറ്റമേ ഉണ്ടായിരുന്നു. ഇസ്രായേലിന്റെ ആക്രമണം ഭയന്ന് അദ്ദേഹം പൊതുസ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെടുക പോലും ഉണ്ടായിരുന്നില്ല. അണികളെ അഭിസംബോധന ചെയ്യുന്നത് പോലും റെക്കോർഡ് ചെയ്ത ടെലിവിഷൻ സന്ദേശങ്ങളിലൂടെയായിരുന്നു. അത്ര കരുതലോടെ ഒളിവ് ജീവിതം നയിച്ച ഹസൻ നസ്രുള്ളയെ ബെയ്റൂത്തിൽ വ്യോമാക്രമണത്തിലൂടെ കൊലപ്പെടുത്തിയെന്നാണ് ഇസ്രായേൽ ഇപ്പോൾ പ്രഖ്യാപനം വന്നിരിക്കുന്നത്. ഈ പ്രഖ്യാപനം ശരിയാണെങ്കിൽ പശ്ചിമേഷ്യയിലെ സംഘർഷം തീർച്ചയായും പുതിയൊരു തലത്തിലേക്ക് മാറും. അത് ഹിസ്ബുല്ലയും ഇസ്രായേലും തമ്മിലുള്ള ഒരു നേർക്കുനേർ യുദ്ധമായി മാറിയാൽ പോലും, അതിലേക്ക് ഇറാൻ പങ്കുചേർന്നാൽ പോലും ഈ ഘട്ടത്തിൽ അത്ഭുതപ്പെടാനില്ല. നീണ്ട ഹമാസിന്റെ നേതൃനിരയിലുള്ള ഒരു സംഘം ആളുകളെ അടുത്തിടെ ഇസ്രായേൽ ഇതേ രീതിയിൽ വ്യോമാക്രമണത്തോടെ കൊലപ്പെടുത്തിയിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഹിസ്ബുല്ലയെ ലക്ഷ്യമിട്ടിരിക്കുന്നത്. അല്പം മുമ്പ് ഇസ്രായേലിന്റെ സൈനിക വക്താവ് പറഞ്ഞത് ഇസ്രായേലിന് ഭീഷണിയാകുന്ന ഏതൊരാളുടെയും ഗതി ഇതായിരിക്കുമെന്നാണ് ഹസൻ നസ്രുള്ളയുടെ വധം സ്ഥിരീകരിച്ചുകൊണ്ട് ഇസ്രായേൽ സൈനിക വക്താവ് പറയുന്നത്. അപ്പോൾ ഇത്തരം ഹമാസ് ആയാലും ഹിസ്ബുല്ല ആയാലും ഇസ്രായേലിനെതിരെ നിൽക്കുന്ന ഇത്തരം സായുധ സംഘങ്ങളുടെ ആളുകളെയെല്ലാം വധിക്കുമെന്നത് ഇസ്രായേലിന്റെ പ്രഖ്യാപിത നയമാണ്. ആ നയവുമായി മുന്നോട്ട് പോകുമെന്ന് ഇസ്രായേൽ പ്രഖ്യാപിക്കുന്നു. അതോടൊപ്പം തന്നെ ലെബനോനുള്ളിലേക്ക് കരവഴി കടന്നുകൊണ്ടുള്ള ഒരു ആക്രമണത്തിന് മടിക്കില്ലെന്ന സൂചനയും ഇസ്രായേൽ കഴിഞ്ഞ ദിവസം നൽകിയിരുന്നു. കരവഴിയുള്ള ആക്രമണത്തിന് മുന്നോടിയായാണ് ഇപ്പോൾ ഞങ്ങൾ വ്യോമാക്രമണം നടത്തുന്നതെന്നും ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടിരുന്നു. അപ്പോൾ കരവഴിയുള്ള ഒരു ആക്രമണം കൂടി ഇതിന് പിന്നാലെ ഉണ്ടായാൽ തീർച്ചയായും ലോകം ഭയപ്പെടുന്നത് പോലെ പശ്ചിമേഷ്യ ഒരു തുറന്ന യുദ്ധഭൂമിയായി, ഇപ്പോൾ ഗാസയിൽ നടക്കുന്ന യുദ്ധത്തിന് പുറമെ മറ്റൊരു തുറന്ന യുദ്ധഭൂമിയായി മാറും. ഒപ്പം ഇസ്രായേൽ ഒരേ സമയം രണ്ടിടത്ത്, ഒരു വശത്ത് ഗാസയിലേക്കും ഒരു വശത്ത് ലെബനോനിലേക്കും ഒരേ സമയം സൈനിക നീക്കം നടത്തുന്ന ഒരു രാജ്യമായി മാറുകയും ചെയ്യും. ഇറാൻ അടക്കം ഇതിൽ ഇടപെടാനുള്ള സാധ്യതയുണ്ട്. ആഗോള രാഷ്ട്രീയത്തെയും സമ്പദ് വ്യവസ്ഥയും അടക്കം ബാധിക്കുന്ന ഒരു നീണ്ടു നിൽക്കുന്ന വലിയ യുദ്ധത്തിലേക്ക് സ്ഥിതിഗതികൾ നീങ്ങാനുള്ള സാധ്യതകൾ ഈ ഘട്ടത്തിൽ തള്ളിക്കളയാനാവില്ല.